ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികുമാർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ഫെബ്രുവരി മാസഫലം ചിങ്ങക്കുറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽപ്പെടുന്നവർക്ക് ഫെബ്രുവരി മാസം എങ്ങനെയാകും. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഫെബ്രുവരി മാസത്തെ ഗ്രഹസ്ഥിതി ഈ ചിങ്ങക്കുറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്ന് നോക്കാം. ഇപ്പോൾ ഈ ചിങ്ങക്കുറുകാരെന്ന് പറയുമ്പോഴും ചിങ്ങലഗ്നക്കാരെന്ന് പറയുമ്പോൾ സൂര്യനാണ് ആ രാശിയുടെ നാഥൻ. അപ്പോൾ ജന്മലഗ്ന രാശിയാധിപനായിട്ടുള്ള സൂര്യൻ ഫെബ്രുവരി 13 6 നിന്നും 7 രാശി മാറുന്നത്. ചൊവ്വ ഫെബ്രുവരി 22 വരെ 6 അതിനുശേഷം 7 മാറുന്നു. ബുധൻ ഫെബ്രുവരി 3 6 നിന്നും 7 മാറുന്നു. ഗുരു ഫെബ്രുവരി അതായത് 11 ഫെബ്രുവരി മാസം 11 ആ ഗുരു വക്രത്തിൽ സഞ്ചരിക്കുന്നത്. ശുക്രൻ 6 നിന്നും 7 മാറുന്നു. ശനി അഷ്ടമത്തിൽ സ്ഥിതി തുടരുന്നു. രാഹു 7 കേതു ജന്മരാശിയിലും സഞ്ചരിക്കുന്ന സമയമാണ്. അതായത് ഫെബ്രുവരി മാസത്തിൽ ചിങ്ങക്കുറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും ബുധൻ, ശുക്രൻ, സൂര്യൻ, കുജൻ ഈ 4 ഗ്രഹങ്ങൾ 6 നിന്നും 7 മാറുന്നു എന്നുള്ളതാണ് ഫെബ്രുവരി മാസത്തിൻ്റെ പ്രത്യേകത. ഇപ്പം നമുക്ക് ഈ ഫെബ്രുവരി മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയായിരിക്കും ചിങ്ങക്കുറുകാരുടെയും ചിങ്ങലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എന്ന് നോക്കാം. ഇപ്പോൾ ജന്മലഗ്ന രാശിയാധിപനായിട്ടുള്ള സൂര്യൻ ആദ്യ പകുതി 6 നിൽക്കുന്നു. അതുപോലെ ചൊവ്വയാണെങ്കിൽ 6 ഉച്ചസ്ഥിതനാണ് ഫെബ്രുവരി 22 വരെ. അതൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നങ്ങൾക്ക് ഒരാശ്വാസം, ഒരു പരിഹാരം കിട്ടാവുന്ന മാസമായിട്ട് നമുക്ക് കാണാം. മാത്രമല്ല 6ാം ഭാവാധിപനായിട്ടുള്ള ശനി ഇപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ്. അത് വിപരീത രാജയോഗമാണ്. അപ്പം 6ാം ഭാവാധിപൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പം തന്നെ ആരോഗ്യ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതിൽ നിന്ന് റിക്കവറി കിട്ടാവുന്ന സമയവും കൂടെയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അതേസമയം ജന്മരാശിയിൽ ഇപ്പോൾ കേതു ഉണ്ട്. അത് നമ്മുടെ ആരോഗ്യ കാര്യങ്ങൾ നമുക്കൊരു ശ്രദ്ധ അവിടെ കൊടുക്കാതെ ഇരിക്കാൻ ചിലപ്പോൾ പ്രേരിപ്പിച്ചു എന്ന് വരാം. ഒരു ഡിറ്റാച്ച്മെൻറ്റിൻ്റെ ഗ്രഹമാണ് ആ കേതു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഒരു ശ്രദ്ധ കൊടുക്കില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥിതിയും കൂടെ കാണുന്നുണ്ട് ജന്മരാശിയിലെ ആ കേതുവിൻ്റെ സ്ഥിതി ഉണ്ട്. അപ്പോൾ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ അതുപോലെ സൂര്യൻ, രാഹു, ചൊവ്വ ഒക്കെ തന്നെ 7 ബന്ധം വരുമ്പോൾ ഒരു ഇമോഷണലായിട്ടുള്ള ഒരു സ്ട്രെസ്സ്, ഒരു ടെൻഷൻ ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ ജീവിത പങ്കാളിയുടെ പ്രത്യേകിച്ച് 7ാം ഭാവാധിപനായിട്ടുള്ള ശനി അഷ്ടമത്തിൽ നിൽക്കുന്ന സമയം കൂടെ ആയതുകൊണ്ട് ജീവിത പങ്കാളിക്കും ചെറിയ ആരോഗ്യ പ്രശ്നത്തിന് സാധ്യത കാണുന്നുണ്ട്. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി നോക്കാം. തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ 10ാം ഭാവാധിപനെന്ന് പറയുന്നത് ശുക്രനാണ്. ശുക്രൻ ഇപ്പോൾ 6 7 സഞ്ചരിക്കുകയാണ്. ഇപ്പോൾ തൊഴിൽപരമായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചലഞ്ചസ്, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അതിജീവിക്കാനാകും. അതൊക്കെ തരണം ചെയ്യാൻ കഴിയുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ഇപ്പം വർക്കിലൊക്കെ നമുക്ക് ഫോക്കസ് കൂടും. പ്രത്യേകിച്ച് യോഗകാരകനായിട്ടുള്ള ചൊവ്വ, അതുപോലെ ജന്മരാശ്യാധിപനും ആയിട്ടുള്ള സൂര്യൻ ഒക്കെ 6 നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ഈ മേലുദ്യോഗസ്ഥരുടെയൊക്കെ ഒരു സപ്പോർട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. തൊഴിലിടത്തൊക്കെ നമ്മൾ അല്പം നേതൃതലത്തിലൊക്കെ എത്തിപ്പെടുന്നതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ തൊഴിലിലൊക്കെ ചിലപ്പോൾ പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ചിലപ്പോൾ നിർവഹിക്കേണ്ടുന്ന ഒരു മാസമായിട്ടും കൂടെ കാണുന്നുണ്ട്. അപ്പോൾ തൊഴിലിടത്തെ ശത്രുക്കളുടെയൊക്കെ നീക്കങ്ങളൊക്കെ നമുക്ക് പരാജയപ്പെടുത്താൻ കഴിയുന്ന സമയം കൂടെയാണ്. പൊതുവെ പ്രൊഫഷണൽ തലത്തിൽ ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരായാലും അല്ലെങ്കിൽ തൊഴിലിടത്തൊക്കെ ഈ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തൊഴിലിടത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സിനുമൊക്കെ തന്നെ പൊതുവെ സ്ഥാനമാനങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അതുപോലെ തൊഴിൽപരമായിട്ട് എന്തെങ്കിലും വ്യവഹാരങ്ങളുണ്ടെങ്കിൽ ആ വ്യവഹാരങ്ങളിലൊക്കെ നമുക്ക് അനുകൂലമായിട്ടുള്ള വിജയത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട്.
ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലും ഒക്കെ മികവ് പുലർത്താൻ കഴിയുന്ന സമയമാണ്. അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ രവി, അതുപോലെ രാഹു, ചൊവ്വ, ബുധൻ ഇവയൊക്കെ 7-ൽ വരുന്നുണ്ട്. അപ്പോൾ ആ തൊഴിലിടത്ത് റിലേഷൻഷിപ്പിൽ ഒരു കെയർ അവസാനത്തെ പകുതി വേണം. പ്രത്യേകിച്ച് രാഹുവിൻ്റെയൊക്കെ സാന്നിധ്യം വരുമ്പോൾ ആ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ഒരു കെയർ വേണം. അപ്പോൾ അനാവശ്യ തർക്കങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. പബ്ലിക് ഡീലിങ്ങിലൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി ബിസിനസ്സുകാർക്ക്, ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് കാരകൻ ബുധനാണ്. ആ ബുധൻ ഫെബ്രുവരി 3 മുതൽ 7-ലാണ് വരുന്നത്. ശുക്രനും ഫെബ്രുവരി 6 മുതൽ 7-ലേക്ക് വരുന്നുണ്ട്. 7-ൽ രാഹു ഉണ്ട്. അപ്പം ബിസിനസ്സൊക്കെ വിപുലമാക്കുന്നതിന് അല്ലെങ്കിൽ ബിസിനസ് കാര്യക്ഷമമാക്കുന്നതിനും ബിസിനസ്സിലൊക്കെ ഫോക്കസ് കൂടുന്നതിന് സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്ക് മത്സരങ്ങളെയൊക്കെ അഭിമുഖീകരിക്കുന്ന ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ അവർക്ക് ആ ബിസിനസ് ചലഞ്ചസൊക്കെ തരണം ചെയ്യാൻ കഴിയും. അതുപോലെ പ്രത്യേകിച്ച് അവരുടെ ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ പ്രവർത്തനത്തിൻ്റെ ഒരു ഗുണം അവർക്ക് കിട്ടുന്ന സമയമെന്ന് പറയാം. ബിസിനസ് വിപുലീകരണത്തിനുള്ള പ്ലാന്, തന്ത്രങ്ങൾ ഒക്കെ തന്നെ തയ്യാറാക്കുന്നതിന് അനുയോജ്യമായിട്ടുള്ള സമയമാണെന്ന് പറയാം. അതേസമയം അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പ്രത്യേകിച്ച് പാർട്ട്നേഴ്സ് തമ്മിൽ, ഇപ്പോൾ 7-ൽ ചൊവ്വയുണ്ട്, 7-ൽ രാഹുവുണ്ട്, 7-ൽ സൂര്യൻ വരുന്നുണ്ട്, 7-ൽ ഇപ്പോൾ ശുക്രൻ, ഇങ്ങനെയൊക്കെ പല ഗ്രഹങ്ങളുടെ സാന്നിധ്യം 7-ൽ വരുന്നുണ്ട്. 7-ൽ എനർജിയൊക്കെ കൂടുന്നു എങ്കിൽ തന്നെയും ഈ പാർട്ട്നേഴ്സ് തമ്മിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അത് നമ്മൾ കഴിവതും ഒരു കെയർ കൊടുക്കണം. അങ്ങനെ അഭിപ്രായ വ്യത്യാസമൊക്കെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ വരുമ്പോൾ അത് നമ്മൾ ആ ബിസിനസ്സുപരമായ കാര്യങ്ങൾക്ക് ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കി പോകാനുള്ള ഒരു ശ്രമം വേണം. അതുപോലെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും ഒരു ശ്രദ്ധ വേണം. തിടുക്കത്തിൽ ബിസിനസ് ഡിസിഷൻ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ ഫെബ്രുവരി 3 മുതൽ 7-ലാണ്, കേന്ദ്രസ്ഥാനത്താണ്. പ്രത്യേകിച്ച് അതുപോലെ തന്നെ ജന്മരാശിയിലൊക്കെ ബുധൻ്റെയൊക്കെ ദൃഷ്ടിയും വരുന്നുണ്ട് 3 മുതൽ. അതുപോലെ 5-ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ 11-ൽ നേട്ടത്തിൻ്റെ സ്ഥാനത്താണ്, വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. 5-ൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പഠനം മെച്ചപ്പെടുത്തുന്നതിനെ പറ്റിയുള്ള പ്ലാൻ, അതിനുള്ള തന്ത്രങ്ങൾ, അതൊക്കെ ഈ സമയത്ത് തയ്യാറാക്കുന്ന സമയമാണ്. പഠനത്തിലൊക്കെ ഫോക്കസ് കൂടുന്നതിനും അത് വഴിതെളിക്കും. ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഈ സർക്കാരൊക്കെ നടത്തുന്ന ഉന്നത പരീക്ഷകളിൽ, കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിലൊക്കെ പങ്കെടുക്കുന്നവർക്കൊക്കെ പൊതുവെ അത് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഉന്നത പഠനത്തിലൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളുണ്ടാകും, അതിന് അഡ്മിഷനൊക്കെ സാധ്യമാകും. പ്രത്യേകിച്ച് ഉന്നത പഠനം വിദേശത്തൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്കും അനുകൂല സമയമാണ്. എങ്കിലും അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ഈ സൂര്യനും രാഹുവുമായിട്ടുള്ള യോഗമൊക്കെ വരുമ്പോൾ ചിലർക്ക് പഠനത്തിൽ ഒരു കൺഫ്യൂഷനൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരു കെയർ വേണം. ഇനി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ ധനകാരകനായിട്ടുള്ള ഗുരു, ആ ഗുരു നേട്ടത്തിൻ്റെ സ്ഥാനത്താണ്, വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ 2-ഉം 11-ഉം ഭാവാധിപനാണ് ബുധൻ. ആ ബുധൻ ഫെബ്രുവരി 3 മുതൽ കേന്ദ്രത്തിലാണ്, കേന്ദ്രരാശിയിലാണ്, 7-ലാണ് വരുന്നത്. 6-ൽ നിന്ന് 7-ലേക്ക് മാറുന്നു ഫെബ്രുവരി 3 മുതൽ. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റിലൂടെ നമുക്ക് പ്രോഫിറ്റബിളായിട്ടുള്ള നേട്ടങ്ങൾ ഈ കുറുകാർക്ക് കിട്ടാവുന്ന സമയമാണെന്ന് പറയാം. പൊതുവെ ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ടോ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടോ ചില സാമ്പത്തിക നേട്ടത്തിനും സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ ചിലർക്ക് ഈ കടബാധ്യതകളൊക്കെ കുറയ്ക്കുന്നതിനുള്ള ശ്രമം ഈ സമയത്തുണ്ടാകും. ആദ്യ പകുതി സൂര്യനും ചൊവ്വയും ശുക്രനും ബുധനും ഒക്കെ തന്നെ 12-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസ് ഈ കുറുകാർ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം. അത് ചിലപ്പോൾ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവാകാം, ചിലപ്പോൾ മെഡിക്കൽ എക്സ്പെൻസുമായിട്ട്
ബന്ധപ്പെട്ടതാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ദൂരയാത്രകളുമായിട്ട് ബന്ധപ്പെട്ടതാകാം, അല്ലെങ്കിൽ ഉന്നത പഠനവുമായി ബന്ധപ്പെട്ടതാകാം, അല്ലെങ്കിൽ വ്യവഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ വായ്പ തിരിച്ചടയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിലവാകാം. അങ്ങനെ നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകളും ആദ്യത്തെ പകുതി ഈ കൂറുകാർക്ക് പ്രതീക്ഷിക്കാം. അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ആ ചെലവൊക്കെ കുറയും, നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഗുണാനുഭവം ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെ നോക്കാം. ഇപ്പോൾ 7ാം ഭാവാധിപനായിട്ടുള്ള ശനി ഇപ്പോൾ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. സ്വന്തം നക്ഷത്രത്തിലാണെങ്കിലും അഷ്ടമത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. 7ലൊക്കെ രാഹു ഉള്ള സ്ഥിതിയാണ്, സമയമാണ്. അപ്പോൾ വിവാഹ ആലോചനകൾ വന്നാൽ തന്നെയും അത് സ്മൂത്ത് ആകണമെന്നില്ല. 7ലൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട്, എങ്കിൽ തന്നെയും ഗുരു വക്രദൃഷ്ടിയാണ് ആ 7 വരുന്നത്. അപ്പോൾ ആലോചനകൾ വന്നാൽ തന്നെയും നമുക്കൊരു കെയർ വേണം. പ്രത്യേകിച്ച് 7ലൊക്കെ രാഹു ഒക്കെ നിൽക്കുന്ന സമയവും കൂടെയാണ്. അപ്പോൾ ഒരു വിവാഹാലോചന വന്നാൽ തന്നെയും സഡനായിട്ട് അതിലൊരു തീരുമാനമൊന്നും എടുക്കരുത്. ഇപ്പോൾ ജീവിത പങ്കാളിയുടെ സ്വഭാവം, മറ്റു കാര്യങ്ങൾ, ഇവയൊക്കെ നമ്മൾ ഭംഗിയായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കി വേണം, സാവധാനം വേണം അത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത്. അതുപോലെ തന്നെ 5ാം ഭാവാധിപനായിട്ടുള്ള ഗുരു വക്രത്തിൽ 11 സഞ്ചരിക്കുകയാണ്. 11 നിന്നിട്ട് 5ലേക്ക് ദൃഷ്ടിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രണയബന്ധമൊക്കെ മെച്ചപ്പെടുത്തുവാനുള്ള ഒരു ശ്രമം കമിതാക്കക്കടയിൽ ഉണ്ടാകും. എങ്കിലും ശനിയുടെ ദൃഷ്ടി 5ലുള്ള സമയമായതുകൊണ്ട് ചെറിയ ഒരു ഇഴച്ചിൽ, ഒരു തടസ്സം ചിലപ്പോൾ കമിതാക്കക്കടയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇനി മാരിറ്റൽ റിലേഷൻഷിപ്പിലോട്ടൊക്കെ വരുമ്പോൾ പൊതുവെ അല്പം കെയർ വേണ്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് 7 രാഹു സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അവസാനത്തെ പകുതിയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം 7 രാഹു ഉണ്ട്, അവിടെ സൂര്യൻ വരുന്നുണ്ട്, ശത്രുഗ്രഹമാണ് രാഹുവിൻ്റെ. അതുപോലെ ചൊവ്വ വരുന്നുണ്ട്. അപ്പോൾ സൂര്യനും രാഹുവുമായിട്ടുള്ള ബന്ധം, ചൊവ്വയും രാഹുവുമായിട്ടുള്ള ബന്ധം, അതുപോലെ ബുധനും ശുക്രനും ഒക്കെ തന്നെ 7 വരികയാണ്. ഇവരൊക്കെ എല്ലാം തന്നെ ഈ രാഹുവുമായിട്ടുള്ള ബന്ധം വരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഈഗോ പ്രശ്നങ്ങൾ, തെറ്റിദ്ധാരണകൾ, തർക്കങ്ങൾ ഒക്കെ ചിലപ്പോൾ ഈ ദമ്പതിമാരുടെ ഭാഗത്തൊക്കെ ഉണ്ടാകാം, പ്രത്യേകിച്ച് അവസാനത്തെ പകുതി. അപ്പോൾ നമ്മൾ അങ്ങനെ വരുന്നത് കൊണ്ട് റിലേഷൻഷിപ്പ് ഒരു സുഗമമാകണമെന്നില്ല എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു സംയമനവും കാര്യങ്ങളുമൊക്കെ ഈ കൂറുകാരുടെ ഭാഗത്ത് ഉണ്ടാകണം. കമ്മ്യൂണിക്കേഷനിലും ശ്രദ്ധിക്കണം. പൊതുവെ ഒരു സന്തോഷക്കുറവിൻ്റെ സമയം എന്ന് പറയാം. മാത്രമല്ല 7ാം ഭാവാധിപനായിട്ടുള്ള ശനി ഇപ്പോൾ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയവും കൂടിയാണ്. ഇപ്പോൾ ജീവിത പങ്കാളിക്കും ആരോഗ്യപരമായിട്ട് അത്രത്തോളം അനുകൂല സമയമായിട്ട് കാണുന്നില്ല. ഇപ്പോൾ രവി, അതുപോലെ രാഹു, അതുപോലെ ചൊവ്വയൊക്കെ 7 സ്ഥിതി വരുമ്പോൾ പൊതുവെ ഒരു ഇമോഷണലായിട്ടുള്ള ഒരു സ്ട്രെസ്സ് ഈ സമയത്ത് കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ കുടുംബജീവിതവും നമ്മൾ ചിന്തിക്കുമ്പോൾ 2ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 3 മുതൽ 7 നമുക്ക് അനുകൂലമാണ്. എങ്കിലും ഈ 2ലൊക്കെ ശനിയുടെ ദൃഷ്ടി ഉണ്ട്. അതുപോലെ 4ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 6ലാണ് ഫെബ്രുവരി 22 വരെ. അപ്പോൾ ബന്ധുക്കളുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കണം. ചിലർക്ക് ഈ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ, ഫാമിലി റിലേറ്റഡ് ആയിട്ട്, ഇപ്പോൾ പ്രോപ്പർട്ടി സംബന്ധമായിട്ടോ മറ്റെന്തെങ്കിലുമൊക്കെ കുടുംബ സംബന്ധമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിവതും നമ്മൾ സംസാരത്തിലൊക്കെ ഒരു സംയമനം ആവശ്യമായിട്ടുള്ള സമയമാണ്, ഒരു നിയന്ത്രണം ആവശ്യമായിട്ടുള്ള സമയമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് കുടുംബജീവിതം സമാധാനപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്നും കൂടെ മനസ്സിലാക്കുക. ഫെബ്രുവരി 1, 2, 15, 16, 20, 21 ഈ തീയതികൾ അത്രത്തോളം അനുകൂല ദിവസങ്ങളായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം. പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ ദിവസങ്ങളിൽ അത് തുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്തെങ്കിലും എടുക്കുന്നവരും ഈ ദിവസങ്ങളിൽ അത്തരം തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം തന്നെ ഈ ചിങ്ങക്കുറുകാരുടെയും ചിങ്ങലഗ്നക്കാരുടെയും ഫെബ്രുവരി മാസത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ്. ഇത് നമ്മളൊരു പൊതുഫലമായിട്ട് വേണം കാണേണ്ടത്. അതേസമയം ഈ പൊതുഫലത്തെ ഈ കൂറുകാരുടെയും ഈ ലഗ്നക്കാരുടെയും ഇപ്പം നടക്കുന്ന ദശ, അപകാരം, ഛിദ്രം
ഇവയൊക്കെ ഈ പൊതുഫലത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഇത് നമ്മൾ അവരുടെ ജാതകത്തിൽ ഇപ്പം ഇഷ്ടഭാവാധിപത്യം വഹിച്ച് ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശയോ അപകാരമോ ഛിദ്രമോ ആണോ നടക്കുന്നതെങ്കിൽ അവർക്ക് ഗുണാനുഭവം കൂടും. അതേസമയം അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന അനിഷ്ടഭാവാധിപത്യം വഹിച്ച് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശയോ അപകാരമോ ഛിദ്രമോ ഒക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് എങ്കിൽ അത് പൊതുഫലത്തിൽ ഗുണാനുഭവം കുറയ്ക്കാനും സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. മാത്രമല്ല, ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞത് തന്നെ ഈ ചിങ്ങക്കൂറുകാരുടെയും ചിങ്ങലഗ്നക്കാരുടെയും ഫലമാണ്. അപ്പോൾ ഈ ചിങ്ങലഗ്നം അല്ലാതെ മറ്റ് ലഗ്നരാശികളാണോ ഈ ചിങ്ങക്കൂറുകാർക്ക് വന്നിട്ടുള്ളത് എങ്കിൽ ആ ലഗ്നരാശികൾ ഈ കൂറുകാരുടെ ഇഷ്ടസ്ഥാനത്താണോ ലഗ്നരാശി വന്നിട്ടുള്ളത് എന്നതിനനുസരിച്ചും ഈ പൊതുഫലത്തിൽ മാറ്റങ്ങൾ വരാം. അപ്പോൾ ലഗ്നരാശി ലഗ്നമല്ലാതെ ചിങ്ങക്കൂറുകാർക്ക് ചിങ്ങലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശികളാണ് വന്നിട്ടുള്ളതെങ്കിൽ അവർ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാൽ മാത്രമേ അവർക്ക് ഈ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടുകയുള്ളൂ. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ കൃത്യത എന്ന് പറയുന്നത് ലഗ്നഫലത്തിനാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ലഗ്നവും ദശയും അപകാരവും ഛിദ്രവും ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് പറയണമെങ്കിൽ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ അത് സാധ്യമാകൂ എന്നും കൂടെ മനസ്സിലാക്കുക. അതുകൊണ്ട് കഴിവതും നമ്മൾ ഈ കൂറിൻ്റെ ഫലം ശ്രദ്ധിക്കുന്നവർ അവരുടെ ലഗ്നരാശി ഏതാണെന്ന് കണ്ട് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ കേൾക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.